Hello friends, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ആർക്ക് ജനറേറ്റിംഗ് സർക്യൂട്ട് പരിചയപ്പെടാം. വളരെ കുറച്ച് കമ്പോണൻറ്റ്സ് മാത്രമേ ഉള്ളൂ. D880 ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. നമുക്ക് കമ്പോണൻറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് D880 ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ കൂടാതെ ഇതിൽ വരുന്ന കമ്പോണൻറ്റ്സ് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 470 മൈക്രോഫാരഡ്സ് 25 വോൾട്ട് 33 ohms 1 watt റെസിസ്റ്റർ 1N4007 ഡയോഡ്. പിന്നെ ഇതാണ് ഇതിൽ ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന കോയിൽ. അപ്പോൾ ഈ കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ ഒരു വയറിന് കട്ടി കുറവാണ്, കൂടാതെ 2 വയേഴ്സ് കട്ടി കൂടിയതാണ്. അപ്പോൾ അത് PCBയിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ കൊടുക്കണം. ഇതാണ് PCBയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വയർ കട്ടി കൂടിയതായിട്ട് നമുക്ക് കാണാം. കൂടാതെ സെൻറ്ററിൽ വരുന്നത് 2 കേബിളുള്ള പോയിൻ്റ്, റൈറ്റ് സൈഡിൽ വരുന്നതാണ് തിൻ വയർ കണക്ട് ചെയ്യാനുള്ള പോയിൻ്റ്. ഇത് കൂടാതെ ഒരു മൈക്രോ സ്വിച്ച് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ കൺട്രോൾ ചെയ്യുന്നത്. ഈ സർക്യൂട്ട് ഒരു 3 to 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആംബിയർ കൂടുതൽ ആവശ്യമുള്ള ഒരു സർക്യൂട്ടാണ്. അതുകൊണ്ട് ഇവിടെ 18650 എന്ന് പറയുന്ന 3.7 വോൾട്ട് ബാറ്ററിയാണ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. കൂടാതെ ട്രാൻസിസ്റ്റർ മൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്ക്രൂവും നട്ടും, കേബിൾ കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു കണക്ടർ, കോയിൽ ഇതിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് ആവശ്യമായൊരു കേബിൾ ടൈ, ഇത്രയും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതാണ് 3.7 വോൾട്ട് ബാറ്ററി ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡർ. ഇതും സർക്യൂട്ടിൽ അവൈലബിൾ ആണ്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ പിൻ നമ്പർ 1, 2, 3 ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1 വരുന്നത് ബേസ്, 2 അതായത് സെൻറ്റർ പിൻ വരുന്നതാണ് കളക്ടർ, റൈറ്റ് സൈഡിലുള്ള പിന്നാണ് എമിറ്റർ. ഒരു NPN ട്രാൻസിസ്റ്ററാണ്. കോമൺലി ആംപ്ലിഫയറിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ പവർ ഹാൻഡ്ലിംഗ് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഇവിടെ കട്ടി കൂടിയ വയർ, ഗേജ് കൂടിയത്, ഇവിടെ 2 കോപ്പർ വയർ വരുന്ന സ്ഥലം, ഇത് തിന്നായിട്ടുള്ള വയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ടിൻ്റെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാറ്ററീസൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു സ്പാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്. നമുക്ക് ഒരു പേപ്പർ എന്തെങ്കിലും ഒന്ന് കത്തുമോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സർക്യൂട്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഒരു ലൈറ്ററിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.